അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തദബ്ബുർ സീരീസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞ് എല്ലാം ഇല്ലാതായതിനു ശേഷം പിന്നെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുവോ എന്നൊക്കെയുള്ള ചോദ്യം പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പരിഹാസമായി കാണുന്ന ആളുകളടക്കമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഖുർആൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണല്ലോ ഖുർആൻ അവതീർണമാകുന്നത്. അറബികൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത്. ആ സമയത്ത് തന്നെ അറബികളായിട്ടുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചിരുന്ന ആളുകൾ, പ്രവാചകത്വത്തെ നിഷേധിച്ചിരുന്ന ആളുകൾ ഒക്കെ പല ന്യായങ്ങൾ പറയാറുണ്ടായിരുന്നു നിഷേധിക്കാൻ. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കാൻ. ഇപ്പോൾ മരണാനന്തര ജീവിതത്തിൽ നിന്ന് സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, ശിക്ഷകളുണ്ട്, പ്രതിഫലമുണ്ട് എന്നൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അങ്ങനെയായിരുന്നു അവർ പ്രതികരിക്കാറുള്ളത്. അപ്പോൾ ആ നിഷേധത്തിന്റെ ഭാഗമായി അവർ പറഞ്ഞിരുന്ന ന്യായങ്ങളിലൊന്ന് ഇപ്പോൾ ഇവിടെ ചോദിച്ചതുപോലെ മരിച്ചു മണ്ണായതിനു ശേഷം എങ്ങനെയാണ് നമ്മളൊക്കെ വീണ്ടും ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര അസംഭവ്യമാണ് എന്ന രൂപത്തിൽ പറയുന്ന നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ ഖുർആനിലെ കുറച്ച് വചനങ്ങളും അതിന് അള്ളാഹു നൽകുന്ന ഒരു മറുപടിയും ആ ഉം. കാലഘട്ടത്തിൽ തന്നെ അള്ളാഹു നൽകുന്ന ഒരു മറുപടിയും നമുക്ക് കാണാം. ഞാൻ ആദ്യം ആ വചനങ്ങൾ പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم أإذا متنا وكنا ترابا ذلك رجع بعيد. അപ്പൊ അവര് പറയുന്നതാണ് ഇതാ മിത്ന, നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വകുന്ന തുറാബ, എന്നിട്ട് മണ്ണായി പോയതിനു ശേഷം നമ്മൾ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുമെന്നോ. ദാലിക റജഉൻ ബഈദ്, അത് വളരെ വിദൂരമായ ഒരു മടക്കാണ്. അതായത് വളരെ അസംഭവ്യമായ ഒരു കാര്യമാണ്. അങ്ങനെ അങ്ങനെ നമ്മൾ വീണ്ടും ഇതേപോലെ ഒരു ശരീരം കൊണ്ട് ഇങ്ങനെ ആത്മാവായി പുനർജീവിപ്പിക്കപ്പെടുക എന്നുള്ളത് അത്രയും അസംഭവ്യമായ ഒരു കാര്യമാണ്. നമ്മൾ മരിച്ചു മണ്ണായതിനു ശേഷം ഇപ്പൊ പല ആളുകളും പറയാറുള്ളതാണ്, മരിച്ച് മണ്ണായി നമ്മൾ വളരെ അപ്രസക്തമായി, പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഈ ലൈഫിനില്ല എന്ന രൂപത്തിൽ പല ആളുകളും സംസാരിക്കാറുണ്ട്. ഇതേപോലെ തന്നെയാണ് അവരും സംസാരിച്ചത്. വിശ്വാസത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ അതെ. ഒരു ഒരു പ്രതികരണം ഒരു വന്നിട്ടുണ്ട്. പിന്നെ അറാബിയായ ഒരാൾ വന്നിട്ട് ഉം, ഈ നുരുമ്പിയ എല്ലുകൾ ഇങ്ങനെ കയ്യിലിട്ട് ഉം, ഇതാക്കിയിട്ട് റസൂലിനെ നേരേക്ക് ഊതിയിട്ട് ഉം, ഇങ്ങനെ ആ പൊടിപടലങ്ങളായിട്ട് കിടക്കുന്ന ആ എല്ലുകൾ ഉം, വീണ്ടും യോജിപ്പിക്കപ്പെടുന്നതാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചായിട്ടൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുക എന്നുള്ള ഒരു ചോദ്യം ആണ് അവർ, അത് ഒരിക്കലും സംഭവ്യമല്ല എന്നുള്ള അവരുടെ വാദത്തെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതെ. അപ്പൊ അവരതിന് പറഞ്ഞൊരു ന്യായം, ഞങ്ങൾ മരിച്ചു മണ്ണായി പോയി, ഉം. ഇനി എങ്ങനെ ഇപ്പൊ ഇത് ഉം. ഇതാകും. എന്നിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ ആ വചനങ്ങൾ പാരായണം ചെയ്യുന്നതിന് പകരം അതിന്റെ ആശയങ്ങളിലൂടെ മാത്രം പോകാം. തീർച്ചയായും നമുക്കറിയാം അവരിൽ നിന്ന് ഭൂമി എന്താണ് കുറവ് വരുത്തുന്നത്. അതായത് അള്ളാഹു പറയാണ്, അവര് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഭൂമി, അതായത് ഭൂമിയിൽ ലയിച്ചു ചേർന്നതിനു ശേഷം അവരുടെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെ നശിച്ചു പോകും എന്ന് ഉം. നമുക്കറിയാം. ഉം. അവർ പഠിപ്പിച്ചു തരേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ അള്ളാഹു നമുക്ക് അറിയിച്ചു തരും, ഓർമ്മപ്പെടുത്താണ്. അത് നമുക്കറിയാം എന്താണ് അവരുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോകുക, ഇല്ലാതായി പോകുക, നുരുമ്പിപ്പോകുക, ഉം. ഇതൊക്കെ നമുക്കറിയാം. എല്ലാം സൂക്ഷ്മമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം നമ്മുടെ അടുക്കലുണ്ട് താനും. ഇപ്പൊ വൈന്ദന എല്ലാ കിതാബൻ കാര്യം, ഹഫീദ്. അതെ, നമ്മുടെ അടുക്കൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കപ്പെട്ട, ഇപ്പൊ ഇവരുടെ നുരുമ്പിച്ചു പോകുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവരുടെ കർമ്മങ്ങളും എല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം നമ്മുടെ അടുത്ത് ഉണ്ട് താനും എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ബൽ കദ്ദബൂ ബിൽ ഹഖ്, എങ്കിലും ലമ്മാ ജാഅഹും, അവർക്ക് യാഥാർത്ഥ്യം വന്നപ്പോൾ അവരതിനെ വ്യാജമാക്കി. ഫഹും ഫി അംരിൻ മരീജ്, അവരാണെങ്കിൽ ഒരു അനിശ്ചിതത്വത്തിലാണ്. അതായത് അവർക്ക് അറിയില്ല ഇത് വിശ്വസിക്കണോ വേണ്ടേ, ഒരു പുനർജന്മം ഉണ്ടോ ഇല്ലേ, സംശയത്തിലാണ്. അതൊരു സംശയത്തിലാണ്, ആ അനിശ്ചിതത്വത്തിലാണ് അവരുടെ മനസ്സിങ്ങനെ ചാഞ്ചല്യം. അല്ല, ഇതില് അവർ നമ്മളിപ്പം ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ വിശ്വാസികൾ അല്ലെങ്കിൽ ഖുർആനൊക്കെ വളരെ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കും, മരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെ. പുനർജീവിപ്പിക്കും. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വേറൊരു ജീവിതമുണ്ട്, അവിടെ രക്ഷാശിക്ഷകളുണ്ട്, അവിടെ നീതി നടപ്പിലാക്കപ്പെടും എന്ന് വളരെ ശക്തമായിട്ട് യഖീനോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഖുർആൻ ആ വിഷയത്തിൽ പിന്നെ സംസാരിക്കുന്നത്. പക്ഷേ ഇതിന്റെ മറുഭാഗത്ത് ഇതിനൊക്കെ പരിഹസിക്കുമെങ്കിൽ കൂടി ഈ മരിച്ചു മണ്ണായതിനു ശേഷം തിരിച്ചു വരിക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് അവർ പറയുന്നതിൽ പോലും ഒരു ഉറപ്പില്ല. അതെ. ഈവൻ അവരോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരിങ്ങനെ അത് ഇങ്ങനെ ആവുക, അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ, ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉം, ഉം, സംശയമാണ് അവരുടെ മനസ്സിലുള്ളത്. ഉം, അവർക്കൊരു ഉറപ്പൊന്നുമില്ല. എന്തായാലും മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ല എന്ന് അവർക്ക് പോലും ഉറപ്പില്ല. ഉം, പക്ഷെ ആ ഒരു സംശയത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഉം. സംശയത്തിന്റെ തുടർച്ചയായിട്ടാണ് അവർ നിഷേധിക്കുന്നത്. അതുകൊണ്ടാണ് ഫൗം ഫി അംരിൻ മരീജ് എന്ന് ഉം. പറയുന്ന ആ ഒരു ഒരു പദം തന്നെ ഇളക്കത്തിന്റെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രൂപത്തിൽ ഒരു നിൽക്കുകയാണ്. ഇളക്കമാണ് അവരുടെ മനസ്സിലുള്ളത് എന്നുള്ള അവരുടെ മനസ്സറിയുന്ന പഠിച്ചോൻ തന്നെ നമുക്ക് പറഞ്ഞു തരാണ്. ഉം. നമ്മൾ ഏതൊരു ഇത്തരത്തിലുള്ള മരണാനന്തര ജീവിതത്തൊക്കെ നിഷേധിക്കുന്ന ആളോട് സംസാരിച്ചാൽ ഈ കാര്യം വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ അടുത്തതായിട്ട് പറഞ്ഞു, അഫലം യൻളുറു ഇല സമാഇ ഫൗഖഹും കൈഫ ബനൈനഹ, അവർ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, എങ്ങനെയാണ് അത് നിർമ്മിക്കപ്പെട്ടത്, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. വസയ്യന്നഹ, എങ്ങനെയാണ് അത് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. വമാലഹ മിൻ ഫുറൂജ്, ആ ആകാശത്തിലാണെങ്കിൽ വിടവുകളില്ല
ഇല്ല എന്ന്. ഉം. അപ്പൊ ഇതില് ശരിക്കും അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ഇടപെടലുകൾ കൊണ്ടൊന്നല്ല ഇത് ഉം. ഉണ്ടായത്. ഇതാ ആദ്യമേ ഇവിടെ ഉണ്ട്. അതെങ്ങനെ ഉണ്ടായി എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഉം. അപ്പൊ ഇതുപോലെ നമ്മൾക്കും അല്ല പുനർജീവിപ്പിക്കപ്പെടാൻ ഇതില് എന്തൊരു സാധ്യത. ചിലപ്പോ ചില ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും, ഈ ഇവിടെ ചോദിച്ച ചോദ്യം അതെ എന്താണ്, അതെ മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ്. ഇവിടെ പറയുന്ന ആകാശത്തിലേക്ക് നോക്കാനാണ്. ഇതെന്താണ്, ഇത് മറുപടിയാണോ എന്നുള്ളത് നമുക്ക് അതിന്റെ ബാക്കി അതെ വിശദീകരിക്കുമ്പോൾ അതിലെ ഉത്തരത്തിലേക്ക് വരും. എത്ര സുന്ദരമായിട്ടാണ് ഖുർആൻ അതിന്റെ അതെ ഉത്തരത്തിലേക്ക് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാൽ ശരിക്കും നമുക്ക് ചിന്തിക്കാൻ, ഒരു തദബ്ബുർ ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഖുർആൻ ഇട്ട് തരുന്നത്. അതെ വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കാര്യം മാത്രമാണ് ആലോചിക്കുന്നത്. ഞാൻ മരിച്ചാൽ, ഞാൻ മണ്ണായി പോയാൽ പിന്നെ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ ആകാശത്തെയും ഭൂമിയെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച സട്ടാവിന്റെ ആ കഴിവ് അവിടെ എന്ത് ചെയ്യാണ്, അതെ ആയത്തുകളിലൂടെ പറയാണ്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനൊക്കെ കഴിവുള്ള പടച്ചോൻ നിങ്ങളൊന്ന് തിരിച്ചു കൊണ്ടുവരാനാണ് പണി അതെ എന്നുള്ളതാണ്. യെസ്. വൽ അർദ മദദ്നാഹ വൽഖൈന ഫിഹ. നാം ആണെങ്കിൽ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് താമസിക്കാൻ വിശാലമാക്കി തന്നിട്ടുണ്ട്. വ അൽഖൈന ഫിഹ റവാസിയ, എന്നിട്ട് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ നാം അതിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വ അംബത്ന ഫിഹ മിൻ കുല്ലി സൗജിൻ ബഹീജ്, എല്ലാ ഇണവസ്തുക്കളെയും നാം അതിൽ നിന്ന് മുളപ്പിച്ച് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. തബ്സിറത്തം വദിക്ര ലിക്കുല്ലി അബ്ദി മുനീബ്, അതായത് വിനയപ്പെടുന്ന എല്ലാ അടിമകൾക്കും എല്ലാ ദാസന്മാർക്കും കണ്ടറിയേണ്ടതിനും ഓർമ്മക്കായിട്ടും വേണ്ടിയിട്ടാണ് ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് എന്ന് പറയാണ്. എന്നിട്ട് അതിനുശേഷം അള്ളാഹു ഒരു ഉപമ പറയാണ്, വനസ്സല്ല മിനസ്സമാ ഇമാ, നമ്മൾ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നു, മുബാറക്കൻ അനുഗ്രഹീതമായ വെള്ളം ഇറക്കുന്നു. ഫഅംബത്ന ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, എന്നിട്ട് ആ വെള്ളം മുഖേന, ആ ആകാശത്ത് നിന്ന് ഇറക്കുന്ന മഴ മുഖേന അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ കൊയ്തെടുക്കപ്പെടുന്ന ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. വന്നഖ്ല ബാസിഖാത്തി ലഹാ തൽഉൻ നദീദ്, ഉയർന്നു നിൽക്കുന്ന നിലയിൽ ഈത്തപ്പനകളും അതുപോലെ അവക്ക് അടുക്കായുള്ള കുലയും ഒക്കെ അവനുണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ ഇവിടെ അവനുണ്ടാക്കുന്നു. വീണ്ടും വേണമെങ്കിൽ അതെ നമുക്കൊരു അതെ സന്ദേഹിയുടെ മാനസികാവസ്ഥയിലേക്ക് പോയിട്ട് ഉം, ചോദിച്ചെന്താ, അതെ മരണാനന്തര ജീവിതം ഉണ്ടോ? ഇപ്പൊ പറയുന്നത് എന്താ, മഴ പെയ്യുന്നു, ഉം, മഴ പെയ്തിട്ട് കുറെ മുളക്കുന്നു, ഇതൊക്കെ ഇതും തമ്മിൽ എന്താ ബന്ധം അതെ എന്ന് ചോദിക്കാം. ശരിക്ക് ഈ ചോദ്യം നമ്മളെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ അല്ലേ. അതെ ഈ ആകാശം, ഭൂമി, മഴ, അപ്പോൾ ഇതൊക്കെ എന്തിനാ, മരണാനന്തരത്തിന് ജീവിതം ഉണ്ടോ, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ളതാണ് ചോദ്യം. ഉം, പിന്നെ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന ചോദ്യം വെച്ചിട്ട് നമുക്ക് അടുത്ത ആയത്തിലേക്കൊന്ന് കടന്നാൽ എത്ര സുന്ദരമായിട്ടാണ് അത് വെച്ചാൽ, ചോദ്യം ഖുർആൻ ഉദ്ധരിച്ചു, അതിനിങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആകാശത്തെയും ഭൂമിയെക്കുറിച്ചും മഴയെക്കുറിച്ചും പറഞ്ഞു. ഇനി അവസാനം അതിന്റെ ഉത്തരത്തിലേക്ക് വരികയാണ്. അതിൽ അവസാനം പറയുന്നത് റിസ്ഖൻ ലിൽ ഇബാദ്, അടിയാന്മാർക്ക് ആഹാരത്തിനായിട്ട്. ഇതൊക്കെ അവനെന്ത് സംവിധാനിക്കുന്നു പറയാം. വഅഹ്യയ്നാ ബിഹി ബൽദതൻ മൈതാ കദാലികൽ ഖുറൂജ്, നിർജീവമായ രാജ്യത്തെ നാം ജീവിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിനാണ് ഇതൊക്കെ പറഞ്ഞത്. ആകാശത്തുനിന്നൂടെ മഴ പെയ്യുന്നു, ആ മഴയിലൂടെ സസ്യങ്ങൾ ഉണ്ടാകുന്നു, ഈത്തപ്പനകൾ ഉണ്ടാകുന്നു. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താ, അതുവരെ നിർജീവമായ ഒരു അവസ്ഥയിലായിരുന്നു ഭൂമി, ഒന്നുമില്ലായിരുന്നു അവിടെ. അവിടെ മഴ പെയ്തത് മുഖേന പുതിയ സസ്യങ്ങൾ മുളച്ചു വരുന്നു, ആ സസ്യങ്ങൾ മുളക്കുന്നു, അതേപോലെ ഈത്തപ്പന ഉണ്ടാകുന്നു. ഇതൊക്കെ നിർജീവമായ ഒരു അവസ്ഥയിൽ നിന്നാണ് ജീവൻ വെക്കുന്നത്. നമുക്ക് അങ്ങനെ തന്നെ പറയാം, ആ ഭൂമി ജീവൻ വെക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ഇതുപോലെയാണ് സംഭവിക്കുക എന്ന ഒരു ഉദാഹരണമാണ് Yes. ശരിക്കും അള്ളാഹു ഇങ്ങനെ ആകാശം മുതൽ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. കെദാലിക്കൽ ഖുറൂജ്, എന്നിട്ട് അള്ളാഹു കൃത്യമായി പറഞ്ഞു, അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ പുറപ്പാടും, അവരുടെ ശ്മശാനങ്ങളിൽ നിന്ന്, കബറിടങ്ങളിൽ നിന്ന് അവർ പുറത്തേക്ക് വരിക ഇതുപോലെ തന്നെ, ഈ സസ്യങ്ങൾ മുളച്ചു വരുന്നത് പോലെ മുളച്ചു വരും അതെ. എന്നൊരു ഇപ്പൊ നമ്മളിപ്പോ ഒരു ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ അല്ലെ, നമ്മൾ ഈ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിലേക്കൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും അത്രയും തരിശായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും വരണ്ട് കിടക്കുന്ന ഭൂമി എന്നുവെച്ചാൽ നിർജീവമായിട്ടുള്ള ഭൂമി നമ്മൾ പറയുന്ന, ഒരു പക്ഷേ ആ സമയത്ത് നമ്മൾ പറയും ഇവിടെ ഇനി ഒരു ജീവനും വരാനില്ല എന്ന് പറയുമാർ അത്രയും നിർജീവമായിട്ടുള്ള ഭൂമി. പക്ഷെ നമ്മൾ കാണുന്നു ജൂൺ ആയുമ്പോൾ അല്ലെങ്കിൽ മഴ അങ്ങോട്ട് പെയ്യുമ്പോൾ പിന്നെ ഖുർആൻ അതിന് പ്രയോഗിച്ചിട്ടില്ല. ഇതേ ഉപമ പല സ്ഥലത്തായിട്ട് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ഇഹ്തസ്സത്ത് വറബത്ത്, മണ്ണിനൊരു ചെറിയൊരു ഒരു ചലനം ഉണ്ടാകുന്നു, അത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇന്നല്ലദി യഹ്യാഹ ലമുഹിയിൽ മൗത്ത, ആ നിർജീവമായിട്ടുള്ള ഭൂമിയിൽ നിന്നും ജീവനെ കൊണ്ടുവന്നത് ആരാണോ, ലമുഹിയിൽ മൗത്ത, അവന് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനും ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ ഇത് ഖുർആൻ വളരെ കൃത്യമായിട്ടൊരു വളരെ സുന്ദരമായൊരു ഉപമയാണ്. എന്നുവെച്ചാൽ ജീവനില്ലാത്ത, അല്ലെങ്കിൽ ജീവന് ഒരു സാധ്യതയും ഇല്ല എന്ന് ഒരുപാട് നമ്മളെല്ലാവരും ഒരുപോലെ വിചാരിക്കുന്ന ആ വരണ്ടുടങ്ങിയ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു വരാമെങ്കിൽ, ജീവൻ മുളച്ചു വരാമെങ്കിൽ
നിങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞതിന് ശേഷം നിങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ ആ സസ്യങ്ങളെ മുളപ്പിച്ച പടച്ചോന് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യവസ്ഥ, സസ്യങ്ങൾ അത് വരണ്ടുണങ്ങിയ ഭൂമിയിൽ അതിന്റെ വിത്തുകൾ അവിടെ അതിന്റെ അടിയിലൊക്കെ ഉണ്ട്, അതിൽ നിന്നും ജീവനെ പുറത്തു കൊണ്ടുവരാൻ ഉള്ള ഒരു വ്യവസ്ഥ സംവിധാനിച്ച പടച്ചവന് നിങ്ങളെ മരിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാനും യാതൊരു പ്രയാസവും ഇല്ല. അത് പ്രയാസമില്ല എന്ന് കാണിക്കാനാണ് ഇത് അതെ, ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ആ ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ആകാശഭൂമികൾ ഇതൊക്കെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് ഇതൊന്നും സൃഷ്ടിക്കാൻ അള്ളാഹിന് ഒരു ഒരു പ്രയാസമില്ല, പ്രയാസമില്ല. Yes. അതേപോലെ നിങ്ങളെ സൃഷ്ടിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്ന ഒരു സൂചന കൂടിയാണ് അതിലൂടെ തരുന്നത്. അതെ, മാത്രമല്ല ഇത് ഈ മരണാനന്തര ജീവിതത്തിന്റെ കാര്യം ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്, സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേ ഒരു ചോദ്യം ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ ചോദിക്കുന്നത് പിന്നെ നിങ്ങളുടെ വിരൽത്തുമ്പുകളെ സംവിധാനിക്കാൻ കഴിവുള്ളവനാണ് അവൻ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ബലാ അപ്പോൾ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ബനാന. യെസ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു കാര്യം തന്നെയാണ്, അള്ളാഹുവിന് ഇത് കഴിവുണ്ട് എന്നുള്ളതാണ്, അള്ളാഹുവിന് സാധിക്കുന്നതാണ്. നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന പടച്ചോന് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയേ ഇല്ലായിരുന്നു. സൂറത്തു ഇൻസാനിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊരു പ്രസ്താവ്യ യോഗ്യമായിരുന്ന അല്ലത അൽ ഇൻസാനി ഹീനുമിന ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ, അവൻ ഒരു പ്രസ്താവ്യ യോഗ്യമായിട്ട് ഇപ്പം ഒരു 30 വർഷം മുമ്പ് മുഹ്സിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രസ്താവ്യ യോഗ്യമായിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രസ്താവ്യ യോഗ്യമായിട്ടില്ല ഒരു വ്യക്തി പോലും അല്ലാത്ത ഒരാളെ മുഹ്സിൻ എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള പടച്ചോന് മുഹ്സിൻ മരിച്ചാൽ തിരിച്ച് മുഹ്സിനായി തന്നെ തിരിച്ചു കൊണ്ടുവരാനും പടച്ചോന് സാധിക്കും. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ സൂറത്തുൽ ഖിയാമയിൽ തന്നെ അതിന്റെ അവസാന ഭാഗങ്ങളിൽ ഉം, നമുക്ക് ഉം. കാണാം, യഹ്സബുൽ ഇൻസാനു യുത്രക സുദ, മനുഷ്യൻ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അലം യകുനു തുഫതം മിൻ മനിയ്യിൻ മനിയ്യും. യുംന, അവൻ തെറിക്കപ്പെടുന്ന ഒരു ശുക്ലത്തിന്റെ ഒരു കണമായിരുന്നില്ലേ, ഉം, അത്രയും നിസ്സാരായിരുന്നില്ലേ? ഉം. എന്നിട്ട് അള്ളാഹു പറയുന്ന സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ, എന്നിട്ട് ആ ശുക്ലത്തെ അവൻ എന്ത് ചെയ്തു, അവനൊരു അലക്കയാക്കി, ഒരു ഭ്രൂണമാക്കി, എന്നിട്ട് അതിനെ അവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചു. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, എന്നിട്ട് അതിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന 2 ഇണകളെ അവൻ സൃഷ്ടിച്ചു. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, അങ്ങനെയുള്ളവൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്, ഒരു ചോദ്യം, ഒരു ചിന്ത നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് സൂറത്തുൽ ഖിയാമ അതെ. അല്ല, അവസാനിക്കുന്നത്. ഈ ആയത്തുകളിൽ നമ്മൾ ആദ്യം അതെ, ചോദ്യം കേട്ടു, അതെ, പിന്നെ കുറെ പടച്ചോന്റെ കഴിവുകളെ കുറിച്ച് മറ്റു കാര്യങ്ങളും പറഞ്ഞ് അവസാനം ഇതിന്റെ ഉം, ഉത്തരത്തിലേക്ക് എത്തി. സൂറത്തുൽ ഖിയാമ വളരെ സുന്ദരമാണ് സംഭവം. അതെ, ആദ്യം തന്നെ ഈ ചോദ്യം ഇടുന്നത്, അതെ, എന്നിട്ട് അവിടെ തന്നെ ഒരു ഉത്തരം ചെറുതായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വിരൽത്തുമ്പുകളെ സംവിധാനിക്കാൻ കഴിവുള്ള പടച്ചോന് പറ്റും എന്നുള്ളത്. ഉം, എന്നിട്ട് പിന്നെ വേറെ പല കാര്യങ്ങളും ഖിയാമത്തുകളെ കുറിച്ചും അതുപോലെ തന്നെ അന്ന് മുഖം വിവരണമാകുന്നതിനെ കുറിച്ചും പല ആളുകളും വക്കീലമൻ റാഖ് എന്ന് ചോദിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞ അവസാനം ഇതിലൊക്കെ കഴിയുന്ന പടച്ചോന് പിന്നെ നിങ്ങളെ സൃഷ്ടിക്കാനാണോ പണി അതെ. എന്ന ചോദ്യം ശരിക്കും നമ്മുടെ ഹൃദയങ്ങളോട് ഖുർആൻ ചോദിക്കുകയാണ്. ആ ചോദ്യം തന്നെ അങ്ങനെ, ഉം, അലൈസ ദാലിക ബിഖാദിരിൻ, ഇങ്ങനെയൊക്കെ ചെയ്തവന്, ഉം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ എത്ര എന്നൊരു സിമ്പിളാണ് അതെ, പടച്ചോന് ഇതൊക്കെ പറ്റുമെങ്കിൽ പടച്ചോന് അതെ, ഇതൊക്കെ ഈ നിങ്ങളെ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത് എത്ര സിമ്പിളാണെന്നുള്ള ചോദ്യമാണ് ഖുർആൻ ഉന്നയിക്കുന്നത്. അപ്പോൾ മരണാനന്തര ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് റെഫർ ചെയ്യാവുന്ന ഒരു കാര്യമാണ് മരണാനന്തര ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന മറുപടികൾ. അതിലെ യുക്തി വളരെ സുന്ദരമായിട്ടാണ്, ഉപമകൾ വെച്ചിട്ടാണ് ഖുർആൻ അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് എത്തുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പഠിക്കാൻ ശ്രമിക്കുക. ഒറ്റ കാര്യം, ഈ ആയത്തുകളിലടക്കം പറഞ്ഞതുപോലെ ഈ സംശയിക്കുന്ന ഇതിനെ എതിർക്കുന്ന ആളുകൾക്ക് ഒരു സംശയം മാത്രമേ ഉള്ളൂ. പക്ഷെ ഖുർആനിന് കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്, ഉറപ്പുണ്ട്. ഉറപ്പോടുകൂടി പറയുന്നു, നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുമെന്നത് എത്രത്തോളം സത്യമാണോ അതിനേക്കാൾ സത്യമാണ് നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്, നന്മയും തിന്മയും വേർതിരിപ്പിക്കപ്പെടുന്ന ഒരു വിചാരണ നാൾ വരാനുണ്ട് എന്നുള്ളത് അതിനേക്കാൾ വലിയ സത്യമാണ് എന്ന് ഖുർആൻ ഉറച്ചു പറയുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഖുർആൻ കൂടുതൽ വായിക്കാനും മനസ്സിലാക്കാനും തദബ്ബുർ ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.